ഓക്കെ, ആ കോൺവാലിസിന്റെ അവിടെ ഇതും കൂടെ എഴുതണേ. ഫാദർ ഓഫ് ഇന്ത്യൻ പോലീസ് സിസ്റ്റം, ഫാദർ ഓഫ് ഇന്ത്യൻ പോലീസ് സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത് കോൺവാലിസ് ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ പോലീസ് സിസ്റ്റം. ഓക്കെ, അവിടെ ഒന്ന് എഴുതിക്കൊള്ളാം. ഇതിനു ശേഷം വരുന്ന ആളാണ് റിച്ചാർഡ് വെല്ലസ്ലി. ആര്? റിച്ചാർഡ് വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി അല്ല, റിച്ചാർഡ് വെല്ലസ്ലി. റിച്ചാർഡ് വെല്ലസ്ലി ആണ് ഗവർണർ ജനറൽ. ഇദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1798 മുതൽ 1805 വരെ. 1805 വരെ റിച്ചാർഡ് വെല്ലസ്ലി. റിച്ചാർഡ് വെല്ലസ്ലി പോയിക്കൊള്ളേ. റിച്ചാർഡ് വെല്ലസ്ലി അദ്ദേഹം സ്വയം വിളിച്ചിരുന്നത് ബംഗാൾ ടൈഗർ എന്നാണ്. ഹി കോൾഡ് ഹിംസെൽഫ് ആസ് ബംഗാൾ ടൈഗർ. ബംഗാൾ ടൈഗർ, ബംഗാൾ ടൈഗർ. എന്നാല് ഇദ്ദേഹത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് അക്ബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന്. അക്ബർ, അക്ബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ആര്? റിച്ചാർഡ് വെല്ലസ്ലി. റിച്ചാർഡ് വെല്ലസ്ലി. ഈ റിച്ചാർഡ് വെല്ലസ്ലി വന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ജോൺ ഷോർ ഖർദയിൽ പങ്കെടുത്തു. ബാറ്റിൽ ഓഫ് ഖർദ നൈസാംസിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവർ പങ്കെടുത്തു. ഇങ്ങനെ ഈ റിച്ചാർഡ് വെല്ലസ്ലി എന്ത് ചെയ്യുന്നു പറയോ? ഇദ്ദേഹം ഒരു സിസ്റ്റം കൊണ്ടുവരാണ്. അതിന്റെ പേരാണ്, ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് സിസ്റ്റം ഓഫ് സബ്സിഡിയറി അലയൻസ്. സിസ്റ്റം ഓഫ് സബ്സിഡിയറി അലയൻസ്. എന്താണ് കാര്യം എന്ന് പറഞ്ഞാൽ 1798 ഇത് വളരെ ബ്രിട്ടീഷുകാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സിസ്റ്റം സബ്സിഡറി അലയൻസ്. സബ്സിഡറി അലയൻസ് എന്ന് വെച്ചാല് അതിന്റെ മീനിങ് എന്ന് വെച്ചാല് സൈനിക സഹായ വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ. അതായത് ബ്രിട്ടീഷുകാരുമായിട്ട് സബ്സിഡറി അലയൻസിലാവുന്ന നാട്ടുരാജ്യങ്ങൾ, ചെറിയ രാജ്യം എന്ന് വിചാരിച്ചു. പ്രത്യേകത എന്താന്ന് വെച്ചാല് ഞങ്ങൾക്കൊരാവശ്യം വന്നാല് ബ്രിട്ടീഷുകാരും വരും, ബ്രിട്ടീഷുകാർക്ക് ഒരു ആവശ്യം വന്നാല് ഞങ്ങളും വരും. ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു പ്രത്യേകത. ഇത് വെച്ചിട്ടാണ് പലരെയും തോൽപ്പിക്കുന്നത്. അതായത് ഇപ്പൊ ആദ്യം ഒരു ടീമുമായിട്ട് ഇപ്പൊ നൈസാംസ് ഉണ്ട്, മറാത്താസ് ഉണ്ട്, നമ്മുടെ ടിപ്പു സുൽത്താൻ ഉണ്ട്, എന്തിനേറെ തിരുവിതാംകൂറിൽ രാജാക്കന്മാരുണ്ട്, കേരളത്തിൽ വേറെ രാജാക്കന്മാരുണ്ട്. ഓക്കെ, വേറെ രാജവംശങ്ങളുണ്ട്. അപ്പൊ അതുപോലെയുള്ള രാജവംശങ്ങളില്ലേ, ഇവരുമായിട്ട് സബ്സിഡറി അലയൻസിൽ വരും. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നൈസാംസുമായിട്ട് സബ്സിഡറി അലയൻസ് വന്നെന്ന് വിചാരിച്ചോ, പിന്നീട് ഇവര് മറാത്താസിനെ അറ്റാക്ക് ചെയ്താൽ നൈസാംസ് ഇവരുടെ കൂടെ നിൽക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇവർക്കത് യൂസ്ഫുൾ ആണ്. ഇവർക്കത് ബാക്കിയുള്ള ബ്രിട്ടീഷിന്റെ ടെറിട്ടറി, അവർക്ക് ഇന്ത്യൻ ടെറിട്ടറി കീഴടക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു നിയമമാണ് ഏത്? സബ്സിഡറി അലയൻസ്. ഓക്കെ, നോക്കല്ലേ. ഈ സബ്സിഡറി അലയൻസ് 1898 കൊണ്ടുവരുന്ന ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ഈ സബ്സിഡറി അലയൻസിൽ ഒപ്പുവെക്കുന്ന അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ റൂളർ എന്ന് പറയുന്നത് ഹൈദരാബാദിലെ നൈസാമാണ്. നിസാംസ് ഓഫ് ഹൈദരാബാദിലെ നൈസാമാണ്. ഇവരുമായിട്ട് ഇതില് ഒപ്പുവെക്കുന്ന, സൈൻ ചെയ്ത് ഇതിൽ ജോയിൻ ചെയ്യുന്ന, സബ്സിഡറി അലയൻസിൽ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ നാട്ടുരാജ്യമാണ്, അല്ലെ ആദ്യത്തെ ഇന്ത്യൻ റൂളർ ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ റൂളർ ആരാന്ന് ചോദിച്ചാല് ഹൈദരാബാദിലെ നൈസാമാണ്. ഓക്കെ പറഞ്ഞിരിക്കുന്നത് ഈ സബ്സിഡറി അലയൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൊണ്ടുവന്ന ആരാന്ന് ചോദിച്ചാൽ റിച്ചാർഡ് വെല്ലസ്ലി ആണ്. റിച്ചാർഡ് വെല്ലസ്ലി. ഇന്ത്യയില് ഈ കൊച്ചുകുട്ടികളെ കൊല്ലുന്ന പരിപാടി, ഇൻഫാന്റിസൈഡ്, ബാൻ ചെയ്തത് ഇദ്ദേഹത്തിന്റെ സമയത്താണ്. ഇന്ത്യയില് ആദ്യമായിട്ട് ഇൻഫാന്റിസൈഡ് ബാൻ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ സമയത്താണ്. ഫോർ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിലാണല്ലോ. ഓക്കെ, ഇൻഫാന്റിസൈഡ് ബാൻ ചെയ്യുന്നത് ആരുടെ സമയത്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ സമയത്താണ്. ജസ്റ്റ് അറിഞ്ഞിരിക്കണേ. 4ാമത്തെ മൈസൂർ വാർ, 4th മൈസൂർ വാർ, ടിപ്പു സുൽത്താനെ കൊല്ലുന്നു.
ടിപ്പു സുൽത്താനെ കൊല്ലുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആരാണ്? ആർതർ വെല്ലസ്ലിയാണ് കൊല്ലുന്നത്. ആർതർ വെല്ലസ്ലിയാണ് കൊല്ലുന്നത്. ആർതർ വെല്ലസ്ലി. എന്നാൽ ആ സമയത്ത് ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ റിച്ചാർഡ് വെല്ലസ്ലിയാണ്. റിച്ചാർഡ് വെല്ലസ്ലി. നോക്കണേ, കൽക്കട്ടയില് ഫോർട്ട് വില്യം കോളേജ് ഫോർട്ട് വില്യം കോളേജ് ഫൗണ്ട് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാല് വില്യം കോളേജ് ഫൗണ്ട് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാല് റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ഫൗണ്ട് ചെയ്തത് ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ഇത്രയാണ് റിച്ചാർഡ് വെല്ലസ്ലിനെ കുറിച്ച് പറയാനുള്ളത്. ബംഗാൾ ടൈഗർ എന്ന് സ്വയം വിശേഷിപ്പിക്കും. ഹി കോൾഡ് ഹിംസെൽഫ് ആസ് ബംഗാൾ ടൈഗർ. അക്ബർ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടും. സബ്സിഡറി അലയൻസ് കൊണ്ടുവന്നത് 1798 ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലിയാണ്. ഹൈദരാബാദിലെ നൈസാമാണ് ആദ്യമായിട്ട് ഇതിൽ ഒപ്പുവെക്കുന്ന രാജാവ്. ഇന്ത്യയിൽ ഇൻഫാന്റിസൈഡ് നിരോധിച്ച ഗവർണർ ജനറൽ ആണ് ആര്? റിച്ചാർഡ് വെല്ലസ്ലി. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്നതും ടിപ്പു സുൽത്താനെ കൊല്ലുന്നതും എല്ലാം റിച്ചാർഡ് വെല്ലസ്ലിയുടെ സമയത്താണ്. ഈ അതിന് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ആര്? ആർതർ വെല്ലസ്ലിയാണ് കമാൻഡർ. ഫോർട്ട് വില്യം കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയില്. അത് സ്ഥാപിച്ച വ്യക്തിയുടെ പേരാണ് റിച്ചാർഡ് വെല്ലസ്ലി അല്ലെങ്കിൽ വെല്ലസ്ലി. ഓക്കെ. ഇദ്ദേഹത്തിന് ശേഷം പഠിക്കാൻ ഇല്ലാത്ത ഒരാളിലൊന്ന് വരുന്നത് അദ്ദേഹത്തിന്റെ പേരാണ് ജോർജ് ബാർലോ. 1805 മുതൽ 1807 വരെ പഠിക്കണ്ട, ഒന്നും പഠിക്കണ്ട. ഒറ്റ കാര്യം ഞാൻ ഇവിടെ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടതേ അല്ല, ചോദിക്കത്തേ ഇല്ല. വെല്ലൂർ മ്യൂട്ടണിയുടെ ടൈം നിങ്ങൾക്ക് അറിയാമെങ്കിൽ വെല്ലൂർ മ്യൂട്ടണി ആ സമയത്ത് ആരാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന്റെ പേര് പറയണം. 1806 വെല്ലൂർ മ്യൂട്ടണിയുടെ ടൈമില് ഗവർണർ ജനറൽ ആരായിരുന്നു ചോദിച്ചാൽ ആരാണ്? ജോർജ് ബാർലോ ആണ്. വേറെ ഒന്നും പഠിക്കാനില്ല. ഇത് ആക്ച്വലി അദ്ദേഹത്തിന്റെ പേരിലേ വരുന്നതല്ല. ഇത് വെല്ലൂർ മ്യൂട്ടണിയുടെ വർഷം ചോദിക്കത്തുള്ളൂ. ആ സമയത്ത് ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിക്കത്തൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം വരുന്ന വ്യക്തിയാണ് ലോർഡ് മിന്റോ ഫസ്റ്റ്. ആരാണ് ലോർഡ് മിന്റോ ഫസ്റ്റ്? ലോർഡ് മിന്റോ ഫസ്റ്റ്. മിന്റോ സെക്കൻഡ് വൈസ്രോയ് ആണ്. മിന്റോ ഫസ്റ്റ് ആണ് ഗവർണർ ജനറൽ. 1807 മുതൽ 1813 വരെ ഇദ്ദേഹം ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയല്ല. ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു പോയിന്റ് പറയാനുള്ളൂ, ഒറ്റ പോയിന്റ് പറയാനുള്ളൂ. രണ്ട് പോയിന്റ് പറയാനുള്ളൂ. ഒന്നാമത്തെന്ന് വെച്ചാല് ട്രീറ്റി ഓഫ് അമൃത്സർ. എന്താ? ട്രീറ്റി ഓഫ് അമൃത്സർ. ട്രീറ്റി ഓഫ് അമൃത്സർ. ട്രീറ്റി ഓഫ് അമൃത്സർ. ട്രീറ്റി ഓഫ് അമൃത്സർ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റിയാണ്. ഈ ട്രീറ്റി ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചാല് മഹാരാജ രഞ്ജിത്ത് സിംഗ്. ആരെ? മഹാരാജ രഞ്ജിത്ത് സിംഗ് ആൻഡ് ലോർഡ് മിന്റോ. വർഷം അറിഞ്ഞിരിക്കണം, 1809. 1809. ഓക്കെ. നോക്കിക്കൊള്ളേ. ഈ ട്രീറ്റിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ജമ്മു കാശ്മീർ. നോക്കണേ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴില് ഈ ജമ്മു കാശ്മീർ ഒരു പ്രിൻസിലി സ്റ്റേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഈ സമയത്ത്. അതായത് ജമ്മു കാശ്മീർ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കീഴില് ഒരു പ്രിൻസിലി സ്റ്റേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അത് വരുന്നത് ഈ ട്രീറ്റി ഓഫ് അമൃത്സറുമായി ബന്ധപ്പെട്ടാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഈ ട്രീറ്റി ഓഫ് അമൃത്സർ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇതിനകത്ത് ജമ്മു കാശ്മീർ ട്രീറ്റി ആയി പോകുന്നുണ്ട്, ജമ്മു കാശ്മീരിന് കൊടുക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ടാണ് ലോർഡ് മിന്റോ സെക്കൻഡ് ആണ് ട്രീറ്റി ഓഫ് അമൃത്സർ ഒപ്പിടുന്നത്. അതിന്റെ വർഷം 1809 അതുപോലെ തന്നെ മഹാരാജ രഞ്ജിത്ത് സിംഗ് ആണ് ഇതില് ഒപ്പിടുന്ന മറ്റൊരാള്. ഇതൊന്നും അറിഞ്ഞിരിക്കണം. ഇദ്ദേഹത്തിന്റെ
പഠിക്കേണ്ട ഒരു കാര്യം കൂടെ ഉള്ളൂ. അത് ഒരു ചാർട്ടർ ആക്ട് ആണ്. ചാർട്ടർ ആക്ട് ഓഫ് 1813. 1813. ആ സമയത്ത് ആരായിരുന്നു വൈസ്രോയി? ആ സമയത്ത് ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ ആരാണ്? ലോർഡ് മിന്റോ ഫസ്റ്റ് ആണ്. ലോർഡ് മിന്റോ ഫസ്റ്റ് ആണ്. ലോർഡ് മിന്റോ ഫസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന് ശേഷം വരുന്ന വ്യക്തിയാണ് ലോർഡ് ഹാസ്റ്റിങ്സ്. വേറൻ ഹാസ്റ്റിങ്സ് അല്ല, ലോർഡ് ഹാസ്റ്റിങ്സ്. ലോർഡ് ഹാസ്റ്റിങ്സ്. ലോർഡ് ഹാസ്റ്റിങ്സ് 1813 മുതൽ 1823 വരെ. അതുപോലെ 1813 മുതൽ 1823 വരെ ആരാണ്? ലോർഡ് ഹാസ്റ്റിങ്സ്. ലോർഡ് ഹാസ്റ്റിങ്സ്. ലോർഡ് ഹാസ്റ്റിങ്സ്. കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ സമയത്താണ് തേർഡ് ആംഗ്ലോ മറാത്ത വാർ നടക്കുന്നത്. നിങ്ങൾ എഴുതിയിട്ടുണ്ട് തേർഡ് ആംഗ്ലോ മറാത്ത വാർ. തേർഡ് ആംഗ്ലോ മറാത്ത വാർ ഇദ്ദേഹത്തിന്റെ സമയത്താണ് തേർഡ് ആംഗ്ലോ മറാത്ത വാർ. എത്ര ആംഗ്ലോ മറാത്ത വാറാ ഉള്ളത്? 3 എണ്ണമാണ് ഉള്ളത്. ഞാൻ വർഷമൊന്നും എഴുതുന്നില്ല, നമ്മൾ എഴുതിയിട്ടുണ്ട്. 3 ആംഗ്ലോ മറാത്ത വാറാണ് ഉള്ളത്. ഇതോടെ ആംഗ്ലോ മറാത്ത വാർ, ഈ തേർഡ് ആംഗ്ലോ മറാത്ത വാർ വഴി ഇനി മറാത്തയോ ഇല്ല, മറാത്ത കോൺഫെഡറൻസിയോ ഇല്ല. അപ്പൊ എന്താ സംഭവിക്കുക? അതിന്റെ മീനിങ് എന്താ? മറാത്ത ആദ്യം ശിവജി ഭരിക്കുന്നു, അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവര് തമ്മില് പ്രശ്നങ്ങൾ നടക്കുന്നു. അതിനുശേഷം പേഷ്വാസ് ആണ് ഇവിടെ ഭരിക്കുന്നത് അല്ലെ. അപ്പൊ പേഷ്വാഷിപ്പ് അല്ലെങ്കിൽ പേഷ്വാസിന്റെ റൂള് എൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അബോളിഷ്ഡ് ദ റൂൾ ഓഫ് പേഷ്വാസ്. അബോളിഷ്ഡ് ദ റൂൾ ഓഫ് പേഷ്വാസ്. പേഷ്വ. അതുപോലെ തന്നെ എന്താ അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? മറാത്ത ഫുള്ള് ഇവര് പിടിച്ചെടുക്കുന്നു. അനക്സ്ഡ് ഓൾ ടെറിട്ടറി, ഓൾ ഹിസ് ടെറിട്ടറീസ് എന്ന് എഴുതാം. അനക്സ്ഡ് ഓൾ ദ ടെറിട്ടറീസ്. all their territories. ഓക്കെ, ആരാണ്? ലോർഡ് ഹാസ്റ്റിങ്സ് ആണ്. അങ്ങനെ ഇത് പിടിച്ചെടുത്തല്ലോ. ഇത് എവിടെയാണ് ഈ മറാത്ത? നമ്മുടെ മഹാരാഷ്ട്ര ബോംബെയിലാണ് അല്ലെ. ഇത് പിടിച്ചെടുത്തിട്ട് ഇവിടെ ബോംബെ പ്രസിഡൻസി ഫോം ചെയ്യണം. അതായത് ബോംബെ പ്രസിഡൻസി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അവിടെ വേറൊരാളെ നിർത്തിയിട്ട് റൂൾ ചെയ്യാൻ പറയാം. വേറൊരാളെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഓഫീസർ ചെയ്യാനാണ്. ഇപ്പൊ ഇവർ ഗവർണർ ജനറൽ അല്ലേ, അവിടെ ഗവർണറിനെ ഇട്ടിട്ട് റൂൾ ചെയ്യാൻ പറയും. മനസ്സിലായില്ലേ? ബോംബെ പ്രസിഡൻസി സ്ഥാപിക്കുന്നു. ബോംബെ പ്രസിഡൻസി. ആരാണ് ബോംബെ പ്രസിഡൻസി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ലോർഡ് ഹാസ്റ്റിങ്സ് ആണ്. ലോർഡ് ഹാസ്റ്റിങ്സ് ആണ്. ഓക്കെ, ലോർഡ് ഹാസ്റ്റിങ്സ്. നോക്കിക്കൊള്ളേ, ടാക്സ് അല്ലെങ്കിൽ വേണ്ട, അതെ, ടാക്സ് പിരിക്കുന്ന സിസ്റ്റംസ് ഉണ്ടായിരുന്നേ. റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. മഹൽവാരി സിസ്റ്റം. ഇപ്പൊ 2 സിസ്റ്റം ഞാൻ പറഞ്ഞു, റൈറ്റ് വാരി, മഹൽവാരി. ഓക്കെ, ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ലോർഡ് ഹാസ്റ്റിങ്സിന്റെ ടൈമിലാണ്. ഏതൊക്കെ? റൈറ്റ് വാരി, 2 ടാക്സ് സിസ്റ്റം ആണേ. റൈറ്റ് വാരി, മഹൽവാരി. ഈ റൈറ്റ് വാരി സിസ്റ്റം എവിടെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാല് മദ്രാസ് പ്രൊവിൻസിലാണ്. മദ്രാസ് റീജിയനിലാണ്. മഹൽവാരി സിസ്റ്റം നോർത്ത് വെസ്റ്റിലാണ്. എവിടെ? നോർത്ത് വെസ്റ്റ് റീജിയൻസിലാണ്. വേറെ ഒന്നുമില്ല. ഇതെന്താ അറിയോ? നമ്മുടെ ഫാർമേഴ്സിൽ നിന്നും ടാക്സ് പിരിക്കും. ആര് പിരിക്കും? ഒന്ന് ബ്രിട്ടീഷുകാർ നേരിട്ട് പിരിക്കും, അല്ലെങ്കിൽ ജന്മിമാരെ വെച്ച് പിരിക്കും. സമീന്ദാരി സിസ്റ്റം നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നോർത്ത് വെസ്റ്റ്. അപ്പൊ ഈ രണ്ട് ടാക്സ് സിസ്റ്റം അല്ലെങ്കിൽ ഈ 2 സിസ്റ്റം കൊണ്ടുവന്നു. 2 സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, രണ്ടും പൈസ പിരിക്കുന്ന സിസ്റ്റം. ജന്മി വ്യവസ്ഥയ്ക്ക് വേറെ പേരിട്ടിരിക്കുന്ന. ഇത് 2 കൊണ്ടുവരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, ഈ രണ്ടിന്റെ ടൈമിൽ ആരാണെന്ന് ചോദിച്ചാല്
ഗവർണർ ജനറൽ ആരാണ്? ലോർഡ് ഹാസ്റ്റിങ്സ് ആണ്. റൈറ്റ് വാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എവിടെയാണ്? മദ്രാസിലാണ്. മദ്രാസിൽ. മഹൽവാരി സിസ്റ്റം എവിടെയാണ്? നോർത്ത് വെസ്റ്റ് പ്രൊവിൻസസിലാണ്. നോർത്തേൺ പ്രൊവിൻസസിലാണ്, അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസിലാണ്. ശ്രദ്ധിച്ചോളെ, ഇതില് ഈ മദ്രാസ് ഉണ്ടല്ലോ, മദ്രാസിൽ പക്ഷെ നമുക്കൊരു ഗവർണർ ഉണ്ടായിരുന്നേ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ബോംബെ പ്രസിഡൻസി ഫോം ചെയ്തു എന്ന്, അതുപോലെ മദ്രാസ് പ്രസിഡൻസി ഉണ്ട്. മദ്രാസ് പ്രസിഡൻസിയിലെ ഒരു ഗവർണർ ഉണ്ട്. അത് ഗവർണറുടെ പേരായിരുന്നു, ആ സമയത്ത് ഗവർണറുടെ പേരായിരുന്നു ഗവർണർ തോമസ് മൺറോ. തോമസ് മൺറോ. തോമസ് മൺറോ. മൺറോ തുരുത്തിലെ തോമസ് മൺറോ. ആരായിരുന്നു തോമസ് മൺറോ? ആ സമയത്ത് മാറിപ്പോകരുത്. ഗവർണർ അറ്റ് മദ്രാസ് പ്രസിഡൻസി എന്ന് പറയുക. ഗവർണർ അറ്റ് മദ്രാസ്. ഗവർണർ അറ്റ് മദ്രാസ്. ഗവർണർ അറ്റ് മദ്രാസ് ആരാണ്? തോമസ് മൺറോ. തോമസ് മൺറോ. ഈ സമയത്ത് ഗവർണർ ജനറൽ, ഇവിടുത്തെ ഗവർണർ ജനറൽ, ബംഗാളിലെ ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ ലോർഡ് ഹേസ്റ്റിങ്സ് ആണ്. ലോർഡ് ഹേസ്റ്റിങ്സ്. മാറിപ്പോവല്ലേ? ഓക്കെ. അതുപോലെ മഹൽവാരി സിസ്റ്റം എവിടെയാണ്? നോർത്ത് വെസ്റ്റ്. നോർത്ത് വെസ്റ്റ് പ്രൊവിൻസ് വേറെ ഇല്ല. നോർത്ത് വെസ്റ്റ് പ്രൊവിൻസിൽ മഹൽവാരി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു, അത്രേ ഉള്ളൂ അതിൽ. ഓക്കെ ഓക്കെ ഓക്കെ. നോക്കിക്കൊള്ളേ, ഞാനിവിടെ പറഞ്ഞു തേർഡ് ആംഗ്ലോ മറാത്താസിനെല്ലാം ഓട്ടിച്ചു. ഈ മറാത്താസ് പിന്നീട് സ്പ്ലിറ്റായി പോകുമല്ലോ. സ്പ്ലിറ്റായി പോയ മറാത്താസ് തിരിച്ചടിക്കാൻ ശ്രമിക്കും. അതിന്റെ പേരാണ് പിണ്ടരി വാർ. പിണ്ടരി വാർ നടക്കുന്നത് 1817-18 കാലഘട്ടത്തിലാണ്. 17-18 ടൈമിലാണ്. ഓക്കെ. ഇതുപോലെ പിണ്ടരി വാർ നടക്കുന്ന സമയത്ത് ഇത് ആരാണെന്ന് ചോദിക്കില്ല. ആരാണെന്ന് ചോദിച്ചാൽ ആരാ? ഈ മറാത്ത പ്രസിഡൻസി ഫോം ചെയ്തു. മറാത്താസ് അല്ലെങ്കിൽ പേഷ്വാസിന് ആ ടെറിട്ടറി ഇവര് അനക്സ് ചെയ്തെടുത്തല്ലോ. ആ സമയത്ത് അവിടെ നിന്നും മാറിപ്പോയവര് തിരിച്ചു വന്നിട്ട് അല്ലെങ്കിൽ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നതിനെയാണ് ഈ പിണ്ടരി വാർ എന്ന് പറയുന്നത്. ഈ പിണ്ടരി വാർ നടക്കുന്ന 1817-18 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ലോർഡ് ഹാസ്റ്റിങ്സ്. 1813 മുതൽ 23 വരെയാണ് ലോർഡ് ഹാസ്റ്റിങ്സ് ഉള്ളത്. അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് രണ്ട് സിസ്റ്റംസ്, റൈറ്റ് വാരി സിസ്റ്റവും മഹൽവാരി സിസ്റ്റവും. റൈറ്റ് വാരി സിസ്റ്റം എവിടെയാണ്? മദ്രാസിലാണ്. മഹൽവാരി സിസ്റ്റം നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലാണ്. മദ്രാസിൽ ആ സമയത്ത് ഗവർണറാണ് തോമസ് മൺറോ. തേർഡ് ആംഗ്ലോ മറാത്ത വാർ വിജയിക്കുകയും അവിടെ നിന്ന് പേഷ്വായുടെ ഭരണത്തിന് ആണിയടിക്കുകയും ചെയ്ത് അവരെ പറഞ്ഞയച്ച് അത് അനക്സ് ചെയ്ത് അതിനെ ഒരു ബോംബെ പ്രസിഡൻസി ആക്കി മാറ്റുകയും ചെയ്തു. ആരാണ്? ലോർഡ് ഹാസ്റ്റിങ്സ് ആണ്. അതുപോലെ തന്നെ ഇദ്ദേഹം ചെയ്തൊരു കാര്യമാണ് ഈ എന്താ പറയാ, പ്രസ് ഉണ്ടല്ലോ. നമുക്ക് ആ സമയത്ത് പത്രങ്ങൾ, പ്രസ് ഉണ്ട്. പത്രം. ഓക്കെ. ഈ പ്രസ്സിന് സെൻസർഷിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. സെൻസർഷിപ്പ്, അതായത് ഇന്ന വാർത്തകൾ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ. ഈ പ്രസിന്റെ സെൻസർഷിപ്പ് അല്ലെങ്കിൽ സെൻസർഷിപ്പ് ഓഫ് പ്രസ് അതിനെ അബോളിഷ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ലോർഡ് ഹാസ്റ്റിങ്സ് ആണ്. സെൻസർഷിപ്പ് ഓഫ് പ്രസ് വാസ് അബോളിഷ്ഡ് ബൈ ഹാസ്റ്റിങ്സ് ആണ്. ആരാണ്? ഹാസ്റ്റിങ്സ് ആണ്. അതൊന്നും എഴുതിക്കൊള്ളാം. എന്നാല് റിലീസർ ഓഫ് പ്രസ് അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ അറിയപ്പെടുന്ന ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്ന വേറൊരു വ്യക്തിയുണ്ട്. ഇതല്ല, പ്രസിന് ഏർപ്പെടുത്തിയിരുന്ന സെൻസർഷിപ്പ് അബോളിഷ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ലോർഡ് ഹാസ്റ്റിങ്സ് ആണ്. അറിഞ്ഞിരുന്നാൽ മതി, ലോർഡ് ഹാസ്റ്റിങ്സ് ആണ്. ഇദ്ദേഹത്തിന് ശേഷം വരുന്ന ആളുടെ പേരാണ് ലോർഡ് ആംഹെസ്റ്റ്. പഠിക്കണ്ട, ആംഹെസ്റ്റ് ഒന്നും പഠിക്കണ്ട. 1823 മുതൽ 28 വരെ ഇതാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. ഒന്നും പഠിക്കണ്ട, ഒന്നും എഴുതണ്ട. അടുത്ത വരുന്ന വ്യക്തിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ലോർഡ് വില്യം ബെന്റിക്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1828 മുതൽ 1835 വരെ. 1828 മുതൽ 1835 വരെ ലോർഡ് വില്യം ബെന്റിക് നല്ല വ്യക്തിയാണ്, നല്ല ആളാണ് കേട്ടോ. ലോർഡ് വില്യം ബെന്റിക് നോക്കിക്കോളെ,
ഇദ്ദേഹം 1828 മുതൽ 1833 വരെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരുന്നു. ആരായിരുന്നു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. 1833 ഒരു ചാർട്ടർ ആക്ട് വരുന്നുണ്ട്. 1833 ചാർട്ടർ ആക്ട്. 1833 ആ സമയത്ത് ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക് ആണ് അല്ലെ. അത് പ്രകാരം ഇദ്ദേഹം എന്തായി മാറിയെന്നറിയോ? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ല, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പോസ്റ്റ് കിട്ടി. ഗവർണർ ജനറൽ ഓഫ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ബംഗാൾ മാറി ഇന്ത്യ ആയി. ഇന്ത്യ. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ മാറി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി മാറിയത് ഏത് ആക്ട് പ്രകാരമാണ്? ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രകാരമാണ്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാണ്? ലോർഡ് വില്യം ബെന്റിക് ആണ്. ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ലോർഡ് വില്യം ബെന്റിക് ആണ്. ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? ലോർഡ് വില്യം ബെന്റിക്. വില്യം ബെന്റിക് വളരെ പാവമായിരുന്ന വ്യക്തിയാണ് വില്യം ബെന്റിക്. വളരെ ലിബറൽ ആയിരുന്ന വ്യക്തിയാണ് ആര്? വില്യം ബെന്റിക്. വളരെ നല്ല വ്യക്തിയായിരുന്നേ. ഈ വില്യം ബെന്റിക്കിനെ പോയി ആര് കാണുമെന്നറിയോ? രാജാ റാം മോഹൻ റോയ് പോയി കാണും. ആര്? രാജാ റാം മോഹൻ റോയ് പോയി കാണും. പോയി കണ്ടിട്ട് ഇദ്ദേഹത്തിനോട് പറയും സതി എന്ന ആചാരത്തെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ വില്യം ബെന്റിക് സതിയുടെ പ്രാക്ടീസ് ഓഫ് സതി അബോളിഷ് ചെയ്യും. സതി അബോളിഷ് ചെയ്യും. ഹി അബോളിഷ്ഡ് സതി. ഓക്കെ. അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തി ആരാണ്? രാജാ റാം മോഹൻ റോയ്. അദ്ദേഹമാണ് ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഫാദർ ഓഫ് ഇന്ത്യൻ നവോത്ഥാനം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് ആര്? രാജാ റാം മോഹൻ റോയ്. അബോളിഷ്ഡ് സതി. ആരാണ് അബോളിഷ് ചെയ്തത്? വില്യം ബെന്റിക് ആണ്. കാരണം അദ്ദേഹത്തിനെ അബോളിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹമാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അവര് നിയമം വഴി സതി എന്ത് ചെയ്തു? നിർത്തലാക്കി. വർഷം ഏതാണെന്ന് ചോദിച്ചാല് 1829. ഓക്കെ. അറിഞ്ഞിരിക്കണം. നോക്കണേ, മുമ്പ് ഇൻഫാന്റിസൈഡ് നിരോധിച്ചു എന്ന് പറഞ്ഞില്ലേ? ഇവിടെ ഇദ്ദേഹം എന്നാലും അത് ഉണ്ടായിരുന്നു എന്ന് വെച്ചാല് പെൺകുട്ടികളെ കൊല്ലുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഫീമെയിൽ ഇൻഫാന്റിസൈഡ്. അത് അബോളിഷ് ചെയ്ത വ്യക്തിയാണ് വില്യം ബെന്റിക്. ചോദിക്കില്ല, ഇൻഫാന്റിസൈഡ് ചോദിക്കത്തില്ല, ഫീമെയിൽ ഇൻഫാന്റിസൈഡ് ചോദിക്കത്തില്ല. സതി അറിഞ്ഞിരിക്കണം. 1829 ആ വർഷം അറിഞ്ഞിരിക്കണം. ആ വർഷവും അറിഞ്ഞിരിക്കണം. ഇത്രയും നാള് ഈ കോർട്ടിലെ ലാംഗ്വേജ് ആയിരുന്നത് പേർഷ്യൻ ആയിരുന്നു. പേർഷ്യൻ. ഓക്കെ. പേർഷ്യൻ ആയിരുന്നു ലാംഗ്വേജ്. അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇംഗ്ലീഷ് കൊണ്ടുവന്നു. റീപ്ലേസ്ഡ് ബൈ ഇംഗ്ലീഷ് as court language. ആരാണ് വ്യക്തി? ആരാണ്? വില്യം ബെന്റിക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് വരുന്നത് കൽക്കട്ടയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്താണ് വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഇവിടെ പറഞ്ഞേ കൽക്കട്ടയിലാണ് വരുന്നത്. കൽക്കട്ട. വർഷം 1835. ആരായിരുന്നു സമയം? വില്യം ബെന്റിക് ആണ്. അതുപോലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രോത്സാഹിപ്പിച്ച, എൻകറേജ് ചെയ്ത ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് ആര്? വില്യം ബെന്റിക്. എൻകറേജ്ഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ആരാണ്? വില്യം ബെന്റിക് ആണ്. അതാണ് ഇത് നല്ല ആളായിരുന്നു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മോഡേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ ഫാദർ എന്നറിയപ്പെടുന്ന വ്യക്തി ഇദ്ദേഹമാണ്. ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. മോഡേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. എല്ലാം ആരാണ് ആൻസർ? ആര്?
വില്യം ബെന്റിക്കാണ്. അല്ലെ, ഈ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു കമ്മിറ്റി വെക്കുന്നുണ്ട്. എന്തിനാണ്? എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കമ്മിറ്റിയെ ഹെഡ് ചെയ്യുന്ന വ്യക്തിയുടെ പേരാണ് മെക്കാളെ, ലോർഡ് മെക്കാളെ. ആരാണ്? ലോർഡ് മെക്കാളെ. ലോർഡ് മെക്കാളെ. എന്തിനാണ്? ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ. ആരെയാണ് നിയമിക്കുന്നത്? ലോർഡ് മെക്കാളെ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഇദ്ദേഹം പഠനം നടത്തിയിട്ട് ഇദ്ദേഹത്തിന്റെ മെക്കാളെ മിനിറ്റ്സ് ഉണ്ട്, അതായത് റിപ്പോർട്ട്, മെക്കാളെ മിനിറ്റ്സ്, അത് സബ്മിറ്റ് ചെയ്യുന്ന വർഷം 1835. വർഷം 1835. ഇത്രയാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇദ്ദേഹം നല്ല ആളാണ്, വില്യം ബെന്റിക്ക്. 1825 മുതൽ 1828 മുതൽ 35 വരെയാണ് വില്യം ബെന്റിക്ക്. അതില് 28 മുതൽ 33 വരെ അദ്ദേഹം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരുന്നു. ആ സമയത്താണ് അദ്ദേഹം സതി അബോളിഷ് ചെയ്ത് 1829 ചാർട്ടർ ആക്ട് ഓഫ് ഇന്ത്യ. ചാർട്ടർ ആക്ട് വരുന്നത് 1833. അത് പ്രകാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പോസ്റ്റായി മാറി, ബംഗാൾ മാറി ഇന്ത്യ ആയിട്ടുള്ള പോസ്റ്റായി മാറി. അതുപോലെ തന്നെ ഇദ്ദേഹം ഫീമെയിൽ ഇൻഫാന്റിസൈഡ് അബോളിഷ് ചെയ്ത്, ഇമ്പോർട്ടന്റ് അല്ല. കോർട്ട് ലാംഗ്വേജ് പേർഷ്യൻ ആയിരുന്നേ, അതിന് ഇംഗ്ലീഷ് ആക്കി മാറ്റുകയും ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുകയും ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ലോർഡ് മെക്കാളയെ ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ മെക്കാളെ മിനിറ്റ്സ് വെക്കുന്നത് 1835. 1835 ഇദ്ദേഹത്തിന്റെ സമയത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സെറ്റപ്പ് ചെയ്യുന്നത്. എവിടെയാണ്? കൽക്കട്ടയിലാണ്. 1835. ഇദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്.